അങ്ങനെ ഞങ്ങള് മൈസൂർ പാലസിൽ എത്തി. വൈകിട്ടാണ് എത്തിയത്. ഇപ്പം നാളെ ഇവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. കാരണം രാവിലെ 10 മണിക്ക് തുറക്കുന്ന പറയുന്നത്. ഇതിപ്പോൾ നൈറ്റിൽ രാത്രി 10 മണിക്കുള്ള ഒരു വ്യൂ ആണ്. ഇപ്പം അങ്ങോട്ട് നോ എൻട്രിയാണ്. കാരണം രാത്രി ക്ലോസ് ചെയ്യും. ഇപ്പം ഞങ്ങളതിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. രാത്രിയുള്ള കാഴ്ചകളാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ SS മൈസൂർ പാലസ് രാത്രിയുള്ളൊരു കാഴ്ചയാണിത്. പുറത്തുനിന്നുള്ള ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഇതിന് കയറിയിട്ട് ഇതിൻ്റെ അകത്താണ് ശരിക്കും പാലസ് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ രാത്രി. ഇനി പകല് അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവരും അങ്ങോട്ട് എത്തണം. അപ്പം ഞാനും ഫാമിലിയൊക്കെ അതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ഒരു റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. റൂം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിയായിട്ടില്ല. അപ്പോൾ നമ്മളെ അളിയനെ വിളിച്ചിട്ടുണ്ട്, അളിയൻ്റെ ഒരു കൂട്ടുകാരിക്ക്. അപ്പോൾ റൂം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് രാവിലെ ആയിരിക്കും കൂടുതൽ അറിയൽ. ഇതിവിടെ മഴ പെയ്തിട്ടുള്ളൊരു സീനിയറാണിത്. അപ്പോൾ ഒരു സ്റ്റൈൽ തോന്നിയപ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒന്നിങ്ങനെ എടുത്തതാണ്. അതായത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പും കൂടിയാണ് ഇത്. അങ്ങനെ നമ്മൾ അളിയൻ്റെ കൂട്ടുകാരൻ വിളിച്ചു. റൂം സെറ്റായിട്ടുണ്ട്, പുറത്തൊന്നും നിങ്ങൾ എവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, നമ്മളെ കൈവിട്ടില്ല. നമ്മളങ്ങനെ പുറത്തേക്കൊന്നും നിങ്ങൾ പോയി നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ റൂമിൽ തന്നെ പാവം അവിടെ കൊണ്ടുപോയി. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി അവിടെ പോയിട്ട് സ്വന്തം വീടുമാതിരി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തി ഞങ്ങളുടെ. എന്നിട്ട് അവിടെ നിന്ന് ഇതിപ്പോൾ അവിടുത്തെ മൈസൂർ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് രാവിലെ കേട്ടോ, ഇത് നേരം വെളുത്തു. രാത്രി പിന്നെ അങ്ങനെ വന്നിട്ട് അവിടെ കടന്നു. പിന്നെ ഞങ്ങൾക്ക് രാവിലെ ഇതിന് വോയിസ് കൊടുക്കണ്ടെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ നമുക്ക് പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യണമല്ലോ നമ്മുടെ ചാനൽ. അപ്പോൾ അതിനും കൂടിയുള്ളതിൽ കടന്ന റൂമും അതിൻ്റെ പരിസരമൊക്കെ കാണിക്കാമെന്നുള്ളൊരു ആവേശത്തിൽ ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇത് പുലർച്ചെയുള്ള ഒരു വ്യൂ ആണത്. നമ്മളെ റൂമിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള അടിപൊളി വ്യൂ ആണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, പാലസും ഇഷ്ടപ്പെട്ട്. നമ്മൾ നിൽക്കുന്ന നമ്മളെ കൂട്ടുകാരൻ്റെ റൂമും വീട് അതൊക്കെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. എല്ലാവരും അവിടെ കിടക്കുകയാണ്. ചിലവരൊക്കെ അന്തമിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ നേരത്തെ എണീറ്റിട്ട് ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടേ നേരത്തെ എണീറ്റിട്ട് ക്യാമറയും പിടിച്ചിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഒരു മലൻ്റെ മുകളിൽ മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ ക്യാമറ അത്ര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, എന്നാലും കാണിച്ചു തരണമല്ലോ. അമ്പത്തിന് ദൂരം വന്നതല്ലേ. നമ്മളെ ഹെഡിങ് അതന്നെയല്ലേ ടൈറ്റിൽ, മൈസൂരിലേക്കുള്ള യാത്രയല്ലേ. അപ്പോൾ കാണിക്കണമല്ലോ. ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നുള്ള റോഡാണിത്, മൈസൂരിലത്തെ റോഡ്. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് പാലസിലോട്ട്. അതായത് ഞങ്ങൾ 4 കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് അർത്ഥം. ഇവിടെയുള്ള വ്യൂ ആണിത് ഈ കാണുന്നതൊക്കെ. എന്താ സീനിയറി, ഒരു രക്ഷയില്ല കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് കാണണം ഈ പാലസൊക്കെ. നമ്മളൊക്കെ കഥയിലും കഥാപാത്രത്തിലും സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വന്ന് നോക്കി കേട്ടോ. വന്ന് കണ്ട കാഴ്ചകൾ തന്നെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ 2-3 ആൾ കൂടിയിട്ടേ ഇതിൽ വണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് പാലസ് കാണുക. ഒരിക്കലെങ്കിലും കാണണം നിങ്ങൾ. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് വന്ന് കാണുന്നത്, ആദ്യമായിട്ടുള്ള കാഴ്ചയാണ്. എൻ്റെ മക്കളൊക്കെ വ്യൂ കാണാൻ വേണ്ടി വന്നിട്ട് മേലേക്ക് വന്നാണ്. ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും കൂടിയും. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുകയാണ് അവിടെ. ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകണം. അപ്പോൾ അവർ ഇറങ്ങി പോണതും ആ ബിൽഡിങ്ങിൻ്റെ വഴിയൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്. മോളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. അവൾക്ക് മദ്രസ സ്കൂളൊക്കെ പൂട്ടിയിട്ട് 4 ദിവസം പൂട്ടിയാൽ വേണ്ടിയില്ല പിറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. പൂട്ടുണ്ടാക്കാൻ എൻ്റെ അടുത്തല്ല മോളേന്ന് പറഞ്ഞിട്ട് ഞാൻ സമാധാനപ്പെടുത്തി. അല്ലെങ്കിലോ മാർക്ക് കുറവാണ് കുട്ടിക്ക്. ഒരു മിനിറ്റ്, ഈ സമയം കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് അങ്ങനെ വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്ന് കഴിച്ച്
നല്ല രുചിയുള്ള ഹോട്ടൽ, കേരള ഹോട്ടൽ. തപ്പി നടന്ന് കിട്ടിയതാണ്. പിന്നെ അളിയൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, അധികം തപ്പണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ പാവം നല്ല റിസ്ക് എടുത്ത്. ഇവിടെ വെജിറ്റേറിയൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അതിനൊക്കെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവായിട്ട് പാവം അങ്ങനെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് റോഡ് സൈഡിൽ നിർത്തി. കാരണം ഇനിയുണ്ട് അരമണിക്കൂർ ഓപ്പൺ ആണെങ്കിൽ. വെറുതെ അവിടെ പോയിട്ട് ഇനി വടിയായി നിൽക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ഞങ്ങൾ. അപ്പോൾ ആ ടൈം അങ്ങനെ കഴിഞ്ഞ് ഇപ്പം അങ്ങനെ പാലസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അളിയനാണ് വണ്ടി ഓടിക്കുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നാണ്. പിന്നെ ബൈപ്പാസുകൾ കണ്ടമാനുള്ളതുകൊണ്ട് പഴയ പോലുള്ള തിരക്കുണ്ടാവില്ല. കാരണം റോഡ് വീതി അപ്പുറത്തേക്ക് 2 ബൈപ്പാസ് ഇട്ടിട്ടുണ്ട്. ബൈപ്പാസിൻ്റെ പുറത്ത് വേറെ ബൈപ്പാസ് ഉണ്ട്. കാരണം പാലസ് ആണല്ലോ. നിങ്ങൾ ഇതിന് കമൻറ്റ് എഴുതിക്കോളിട്ടോ. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ എഴുതി പറഞ്ഞിരുന്നു ക്ലിയർ കമ്മിയുണ്ടോ എന്താണെന്നൊക്കെ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് അറിയിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലേ നമുക്ക് അതിനനുസരിച്ച് മുന്നേറാലോ എന്നുള്ളതിലാണ്. തുടക്കത്തിൽ തന്നെ അറിയുകയാണെങ്കിൽ. അങ്ങനെ ഇവിടെ എത്തി പാർക്കിങ്ങിൻ്റെ ഇതാണിത്, പാലസിൻ്റെ പാർക്കിംഗ് സൈറ്റാണിത്. മക്കളൊക്കെ ഇറങ്ങി ഗ്രൗണ്ടിൽ അവർക്കേ നമ്മളെ നാട്ടിൻപുറത്ത് ഇങ്ങനെ കഴിച്ചിട്ടേ പാവം. നമുക്കോ ഭാഗ്യം കിട്ടിയില്ല, അവർക്കെങ്കിലും ഭാഗ്യം കിട്ടട്ടെ. എന്താ വെച്ചാൽ ഈ ചെറുപ്പത്തിൽ തന്നെ കാണാനൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളതൊക്കെ ഉണ്ടാവും. കാരണം നമ്മളൊക്കെ സ്വപ്നങ്ങൾ അങ്ങനെ ഇട്ട് നടന്ന മനുഷ്യന്മാരാണ്. എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും എത്തിയില്ലേ. ആ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള പ്ലാനിങ്ങിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. കാരണം ഇനിയുണ്ട് അരമണിക്കൂറോളം ഉണ്ട് ഓപ്പൺ ആണെങ്കിൽ. മക്കളൊക്കെ എൻ്റെ മോൻ ഞാനാണെന്ന് സംശയം. കണ്ണടക്കം വെച്ച് പാകം ദുഃഖം മാറി. കുറച്ച് പേര് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പാവങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പാർക്കിങ്ങിൻ്റെ സൈറ്റ് അങ്ങനെ പാലസിൻ്റെ എൻട്രി ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ. കാരണം 10 മണി 9 ഓപ്പൺ ആയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്, കൗണ്ടറിൻ്റെ അങ്ങോട്ട്. ടിക്കറ്റിൻ്റെ വില എത്രയെന്ന് അറിയില്ല. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ 120 ഫുൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു. പിന്നെ പിള്ളേർക്ക് കുറവുണ്ട്, എത്രയെന്ന് അറിയില്ല. അവിടെ പോയിട്ടൊന്ന് നോക്കട്ടെ. ഇവരങ്ങനെ കളിക്കുകയാണ് നല്ലത്. കാരണം എന്താ അറിയോ, അല്ലെങ്കിൽ നമ്മളെ പോക്കറ്റ് കീറും. ഇവരെന്തെങ്കിലും ചക്കര മുട്ടായിയോ എന്തെങ്കിലും മുട്ടായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങൾ കണ്ടാലേ പിന്നെ അയിമ പിടിച്ച് തൂങ്ങും. അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്ന് കളിക്കട്ടെ. ടിക്കറ്റിൻ്റെ കൗണ്ടറിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കട്ടെ. വലിയ ആൾക്ക് 120 എന്നാണ് പറയണത്. അത് ഏതായാലും ശരി വെക്കുന്നു. കാരണം അവിടെ ഒരു ബോർഡ് കണ്ട്, ഞാൻ ആ ബോർഡ് കാണിച്ചുതരാം. കണ്ടില്ല, ആളുകളൊക്കെ കൗണ്ടറിൽ കയറി തുടങ്ങി. എൻട്രൻസ് കൗണ്ടർ പറഞ്ഞിട്ട് ഒന്നൊന്നല്ല കേട്ടോ, 4 ഭാഗത്തുണ്ടേ. ഇതാണ് ടിക്കറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. 120, 70, 50, പിന്നെ 1000. എന്തിനുള്ളതെന്നറിയില്ല. അത് വന്നു എല്ലാവരും. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ അപ്പുറത്ത് കൂടെ ആയിരിക്കും പോകല്. അളിയൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അളിയനും വൈഫും കൂടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ എടുക്കണില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് തന്നെ ഗൂഗിൾ പേ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ അപ്പുറത്ത് ATM ഉണ്ട്, അതിന് പൈസ എടുത്തിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ അളിയൻ വിളിച്ച്, അപ്പോൾ ഞാനും മക്കളും എല്ലാവരും കൂടെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് വീണ്ടും അതേമാതിരി ഇങ്ങോട്ട് നടന്നു വരണം. അതിനേക്കാൾ എളുപ്പം ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകണമാണ് കേട്ടോ. ഇതൊക്കെ പുറത്താട്ടോ, പാലസിൻ്റെ തെരുവ് വരെ പുറത്ത് റോഡ് സൈഡിലുള്ള ഭാഗങ്ങൾ കച്ചവടക്കാർ അതൊക്കെ ചെയ്യണം. മക്കൾക്ക് പിന്നെ എല്ലായിടത്തും ഒരേ മയത്തിനുണ്ട്. തടഞ്ഞു വീഴാഞ്ഞാൽ മതി. വീണ് കഴിഞ്ഞാൽ വേദനയേക്കാൾ പ്രശ്നം എന്താ അറിയോ, ഈ കരച്ചിൽ നിൽക്കില്ല. അതാണ് എന്തൊക്കെ ഈ ബുക്കുകളുടെ പരിപാടിയാണ്. അപ്പോൾ നേരത്തെ വന്നിട്ടേ ഓരോരുത്തർ ഉപജീവന മാർഗ്ഗങ്ങളല്ലേ, അതിനൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അത് കാണിച്ചു തരാനോ കണ്ടെക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ പോവുകയാണ് അങ്ങോട്ട്. നോക്കുക, കുട്ടികളൊക്കെ അങ്ങനെ കളിച്ച് നടക്കട്ടെ. ഒരു അമ്പലമാണ് തോന്നുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ പ്രാർത്ഥിക്കണ കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു
അന്തരീക്ഷവും ആ മഴ ഇപ്പം ഇന്നലെ രാത്രി പെയ്തല്ല അതുകൊണ്ടൊക്കെ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലെ കാണിക്കുള്ളൂ ഞാൻ കേട്ടോ. ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെയാണ് വകുപ്പ് എന്നൊന്നും അറിയില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഇതാണ് ഇവിടുത്തെ കാഴ്ച. പുൽമേടൊക്കെ നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നവരെന്താ ശ്രദ്ധിക്കേണ്ടി അറിയോ, നമ്മളെ നാട്ടിലത്തെ പോലെ ഇവിടെ കാട്ടണ്ട. മുട്ടായി നിന്നിട്ട് അവിടെ ഇടുക, ഇവിടെ ഇടുക ചെയ്യണ്ട. അതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സാധനമാണ്. കാരണം രാജ്യത്തിൻ്റെ SS ആണിത്. പിന്നെ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ വരുമ്പോഴേ നല്ല ശ്രദ്ധിച്ചാൽ മതി, പൂ പറിക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ ആ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ കൊടുത്ത് ടിക്കറ്റ് ചെക്ക് ചെയ്തു, എത്ര ആളുണ്ട് എത്ര പേരുണ്ട് എന്നൊക്കെ ഉള്ളതിൽ, വലുത് മുതിർന്നവർ കുട്ടികളൊക്കെ എന്നൊക്കെ ഉള്ളത് നോക്കി അതിനകത്തേക്ക് പോകണം. പിന്നെ നമ്മളെ ബാഗൊക്കെ അവിടെ സ്കാൻ ചെയ്യും കേട്ടോ. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ബാഗ് സ്കാൻ ചെയ്യും. അതൊക്കെ വളരെ നല്ല പരിപാടിയാണ്. ഇതാണ് നമ്മുടെ SSI, രാജ്യത്തിൻ്റെ SSI നിലനിൽക്കുന്നത്.